കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആ സിനിമയിൽ കണ്ടിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സാധ്യതകൾ എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നൊക്കെ കുറേ നേരം ഇരുന്ന് ചിന്തിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തിട്ടുള്ള, ഷാഹി കബീർ തിരക്കഥയൊരുക്കിയിട്ടുള്ള, കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ചില ആളുകൾക്ക് ഒത്തിരി കാണാൻ സമയം ഉണ്ടാവില്ല. ഒരു കുറ്റാന്വേഷണ കഥ പ്ലസ് കുറേ ഫാമിലി ഇമോഷൻസ്, എന്ന് വെച്ചാൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫാമിലി ഇമോഷൻസ്, റിവഞ്ച് ആൻഡ് പ്ലസ് കുറേ കാര്യങ്ങളൊക്കെയുള്ള, ഒരു തരത്തിലും എനിക്ക് നിരാശ തോന്നിയിട്ടില്ലാത്ത, നല്ല പ്രകടനങ്ങളും നല്ല കിഡിലോസ്കി ടെക്നിക്കൽ പരിപാടികളും നടന്നിട്ടുള്ള, ഹൈലി സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. പോസിറ്റീവ്സ് കുറേ ഉണ്ട് കേട്ടോ, ഒന്നും തോന്നരുത്. ഒന്നാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ പറയാം ഈ സിനിമയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് ബിജോയ് വേറെ വേണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അത്രയും ഗംഭീരമായിട്ട് അങ്ങേര് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ സിറ്റുവേഷൻസിലും ഇപ്പം കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അയാൾ കടന്നു പോകുന്ന ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇഷ്യൂസ് അയാളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെയും അതുപോലെ തന്നെ നമ്മുടെ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് ഒരു റേജ് ഉണ്ട്, പെയിൻ ഉണ്ട്, ഒത്തിരി ഇമോഷണൽ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ എലിവേറ്റ് ചെയ്യാൻ പാകത്തിന് അതുപോലെ കൃത്യമായി കൺട്രോൾഡ് ആയിട്ട് ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് പറയുന്നത് അത് ഗംഭീരമാണ്. സിനിമ തുടങ്ങുമ്പോൾ ഒരു ടൈറ്റിൽ സോങ് ഒക്കെ ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡുണ്ട്. അങ്ങനെ സെറ്റായിട്ട് മുന്നോട്ട് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, കുറച്ച് ആൾക്കാരുടെ പേര് എനിക്ക് പറഞ്ഞേ പറ്റൂ. വിഷ്ണു സുജാതനാണ് ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. KC സിദ്ധാർത്ഥൻ ആൻഡ് ശങ്കരൻ AS ഇവരാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗംഭീര വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് കുറേ പറയാനുണ്ട്. അടിപൊളിയായിട്ട് അങ്ങേര് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങേര് ചെയ്തു വെച്ച പെർഫോമൻസിനെ ഏറ്റവും അധികം എൻഹാൻസ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ന് വെച്ചാൽ അവർ സൗണ്ടിൽ കൊടുത്തിട്ടുള്ള ചില എലമെൻറ്റുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ വന്നിട്ട് നമ്മളിങ്ങനെ കൂനിക്കൂടി ഇരുന്ന് പോകുന്ന പോലത്തെ, അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോഴുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു കയറ് മുറുകുന്ന ശബ്ദമുണ്ട്. അത് തിയേറ്ററിൽ കേൾക്കുമ്പോണ്ടല്ലോ അതിൻ്റെ പ്ലേസ്മെൻറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് എവിടെ നിന്ന് നമ്മൾ കേൾക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അടിപൊളി വർക്കാണ്. ഞാൻ പറയുന്നത് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്ന ആ ഒരു സൗണ്ട് സ്റ്റേജ് ഗംഭീരമാണ്. ഇതിനകത്ത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു സീനാണ്. ഇതിൽ വളരെ രസമായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സീക്വൻസ് അതാണ്. ട്രെയിലറിലുള്ളതാണ്, അതുകൊണ്ട് സ്പോയിലർ ആണെന്നൊന്നും പറയണ്ട. ഒരു മോർച്ചറി ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിൽ മിക്കവാറും ഇതൊരു ഹോസ്പിറ്റലിൽ തന്നെ അവർ എടുത്തിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ടൈലും സാധനങ്ങളും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഒരാളെ പിടിച്ചിങ്ങനെ തറയിൽ അടിക്കുകയാണ്. തറയല്ല, ഒരു സ്ലാബ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മാർബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടി കൊണ്ട് വീഴുന്ന ആൾ അയാൾ ഈ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സ്ലാബിന് എന്ത് സംഭവിച്ചു നമ്മൾ കാണുന്നില്ല. പക്ഷേ സൗണ്ട് മിക്സിൽ സ്ലാബ് പൊടിയുന്ന സൗണ്ടാണ്. അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഇയാൾ അടിച്ചു, ഇതിങ്ങനെ വരുന്നു, അതൊന്നും പൊളിയുന്നത് അല്ലെങ്കിൽ പൊളിഞ്ഞ് അതിൻ്റെ പൊടി പറക്കുന്ന അങ്ങനെയുള്ള സീക്വൻസ് ഒന്നും കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചത് ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് നടക്കുന്നതാണല്ലോ. പക്ഷേ സൗണ്ടിങ്ങിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഇമ്പാക്റ്റ് ഗംഭീരമാണ്. പിന്നെ വിഷ്വൽസ് അത് പറയുമ്പോൾ ഇതിൻ്റെ കളറിങ് ചെയ്തിട്ടുള്ള രമേഷ് CP അദ്ദേഹമാണ് DI ചെയ്തിട്ടുള്ളത്. പുള്ളിനെ എടുത്തു പറയേണ്ടതുണ്ട്. ഈ പറയുന്ന ഇമോഷൻസ് മാറി വരുന്നത്, കാലഘട്ടം മാറി വരുന്നത്, അതിനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് പരിപാടിയുണ്ട്. പക്ഷേ അതെവിടെ ഒരു ജമ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് പ്രേക്ഷകനെ അവിടെ കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലും ഒരു ജമ്പ് ഉണ്ടായിട്ട് ഇവിടെ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നല്ലോ എന്നൊന്നും തോന്നിപ്പിക്കാതെ, എന്നാൽ ആ തിരക്കഥയിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ സംവിധായകൻ എന്താണോ ഉദ്ദേശിച്ചത് അതിലൂടെ പ്രേക്ഷകനെ കൊണ്ടുപോകാൻ ഗംഭീരമായിട്ട് അതിന് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് റോബി വർഗീസ് രാജാണ്. പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഫ്രെയിം അവിടെ വെക്കുന്നു, ഫ്രെയിമിൽ എന്തൊക്കെയുണ്ട് നമ്മൾ ഈ ആലോചിച്ച് പോകും. ഈ കുറ്റാന്വേഷണ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകൻ്റെ മുമ്പിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകൻ അതിൽ പിടിച്ചു പോകും. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് ഞാൻ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ഒരു 2-3 ആവർത്തി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതിലെ ബേസിക് ഒരു പ്ലോട്ട് മനസ്സിലായി. ഈ മെയിൻ വില്ലന്മാരെ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് എവിടെയാണെന്നും എന്താണെന്നുള്ളത് ഒക്കെ മനസ്സിലായി. പക്ഷേ ഇതിന് വേറൊരു ലെയറുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ വളരെ പ്രെഡിക്റ്റബിൾ ആൻഡ് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. സ്റ്റിൽ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രെയിലേഴ്സ് കണ്ടിട്ട് ഇന്നതായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്ന സാധനങ്ങളെ കണക്ട് ചെയ്ത് ഞാൻ ചിന്തിച്ചു പോകുക എന്നുള്ളതല്ല. അവരെന്താണോ കാണിക്കാൻ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്ക് നമ്മളെ വിടാതെ വെക്കുക എന്ന് പറയില്ലേ, അതിന് ഒരാളുടെ കൂടി പേര് പറയണം. അയാളാണ് ഇതിൻ്റെ വിഷ്വൽ പരിപാടികളുടെ സ്റ്റാർ ഓഫ് ദ ഷോ എന്നെനിക്ക് വിളിക്കാൻ തോന്നുന്ന ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണ്. ഇതിലെ എഡിറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞേ പറ്റൂ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇതിലൊരു മരണരംഗം കാണുമ്പോഴാണ്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ അത് തിരക്കഥയിൽ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ സംവിധായകൻ്റെ ഒരു ഐഡിയ ഒക്കെ ആയിരിക്കാം. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ, അതായത് ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങളെ കൊണ്ടുവന്ന് വെച്ച് എന്നാൽ അതിലെ ഇമോഷൻസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അതിന്
അത് ഭയങ്കര പ്ലേസ്മെൻ്റ് ആണ് മാൻ. പിന്നെ മേക്കപ്പ്, കോസ്റ്റ്യൂം, അതായത് ഇതിൻ്റെ വിഷ്വലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. പിന്നെ ഇതിൻ്റെ ആക്ഷൻ പരിപാടികൾ ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൽ വിശാഖ് നായർ നയിക്കുന്ന വില്ലന്മാരുടെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ നയിക്കുന്ന പോലീസുകാരുടെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ഇത് തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളും ഒക്കെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ലോണം പണിയെടുത്തിട്ടുണ്ടെന്നും എല്ലാവർക്കും നല്ലോണം കിട്ടിയിട്ടുണ്ടെന്നും നമുക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പറയേണ്ടത് പ്രകടനങ്ങളാണ്. കുഞ്ചാക്കോ ബോബൻ അയാളുടെ കരിയറിൽ ചെയ്തിട്ടുള്ള വളരെ ഗംഭീരമായ പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയായി ഈ സിനിമയും മാർക്ക് ചെയ്യാൻ പറ്റും. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഭയങ്കര കലിപ്പനായിട്ടുള്ള, എന്ന് വെച്ചാൽ ഭയങ്കര ഷാർപ്പാണ് അയാൾ. ഒരാൾ മുന്നിൽ വന്ന് നിന്ന് അയാളെ അളന്ന് മുറിച്ച് കൃത്യം പോയിന്റിലേക്ക് പോകുന്ന അത്രയും ഷാർപ്പായിട്ടുള്ള, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ബട്ട് സ്റ്റിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറിനെ നമ്മൾ കാണുന്നുണ്ട്. പതുക്കെ അയാളുടെ ആ ഒരു കഥയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അയാൾ ഇമോഷണലി ഡീൽ ചെയ്യുന്നത്. സോ നിങ്ങളോടിപ്പോൾ പറയാണ്, ഇങ്ങനൊരു കാഴ്ച കണ്ടു നിങ്ങൾ ബോധം കെട്ട് വീണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ബോധം കെട്ട് വീഴുന്നത് നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ അമ്മേ അയ്യോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ വീഴുമായിരിക്കും. പക്ഷേ അയാൾ കടന്നു പോകുന്ന ഇത്രയും സാഹചര്യങ്ങളുണ്ട്. അയാളുടെ വർക്ക് ലോഡ് ഇങ്ങനെയാണ്, അയാൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന സീൻ ഇതാണ്, ഇങ്ങനൊരു ഇമോഷൻ അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇത്രയും തീവ്രമായി കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ഓഫായി പോകുന്നത് ചുമ്മാ ഓഫായി പോകുന്നതല്ല, അവിടെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ ബോധം കെട്ട് കിടക്കുന്നവൻ എന്ത് എക്സ്പ്രഷൻ ഇടാനാണ് എന്ന ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ നല്ലൊരു അഭിനേതാവിന്, അല്ലെങ്കിൽ അയാളെ ഈ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സംവിധായകന് അതിനെ ഗംഭീരമാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഗംഭീരമായിട്ടുള്ള കുറേ സാധനങ്ങൾ കുഞ്ചാക്കോ ബോബൻ്റെ പ്രകടനങ്ങളിലുണ്ടായിരുന്നു. എണ്ണിപ്പെറുക്കി പറയാൻ സ്പോയിലേഴ്സ് ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അയാൾ പൊളിച്ചിട്ടുണ്ട്. പിന്നെ വിശാഖ് നായർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉണ്ടല്ലോ ഈ വില്ലൻ സെഗ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രകടനങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇവന്മാരോട് കലിപ്പ് തോന്നുകയും ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ സ്റ്റൈലിംഗ് ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ അവർ നടന്നൊക്കെ വന്നെ കാണുമ്പോൾ ഒരു സാധനമാണ്, നല്ല രസമുണ്ട്. ജഗദീഷ്, പ്രിയാമണി ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റംസാൻ്റെ ക്യാരക്ടർ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ അവിടെ നിൽക്കുമ്പോഴും അതിൻ്റെ ഒരു പിടുത്തമുണ്ട്. അതായത് നിങ്ങളൊരു വില്ലൻ ആയിക്കോ, ഇനി നിങ്ങൾ കംപ്ലീറ്റ്, നിങ്ങൾ ഭയങ്കര അലമ്പാണ്, ഭയങ്കര മോശം, നിങ്ങളൊരു, അപ്പോൾ ഈ കയ്യിൽ നിന്നൊക്കെ ഇട്ട് അഭിനയിച്ച് അലമ്പാക്കാനുള്ള പ്രവണതയൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ വളരെ കൺട്രോൾഡ് ആയിട്ട് ക്ലീനായിട്ട് റംസാൻ ആ ക്യാരക്ടർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട മെൻഷനുകൾ, ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അയാളെക്കുറിച്ച് അയാളുടെ പേര് അറിയുന്നതിന് മുമ്പ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജഡ്ജസ് പ്ലീസ് നോട്ട്, പുതിയൊരു ടാലൻറ്റ് ഓൺ സ്റ്റേജ് എന്ന് പറയുന്ന പോലെയാണ്. അയാളൊരു പോലീസുകാരൻ അല്ലെങ്കിൽ അയാൾ നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന് പറയുന്ന പോലെയാണ്. അത്രയും ഗംഭീരമായിട്ട് ആ ബോഡി ലാംഗ്വേജ് പിടിച്ച്, അയാളുടെ നോട്ടത്തിലൊക്കെ അയാൾ അത്രയും ഷാർപ്പാണ്. അങ്ങേരുടെ പേര് കേണൽ ആൻ്റണി എന്നാണ്, എക്സ് ആർമി ഓഫീസറിന്. ഞാൻ കുഞ്ചാക്കോ ബോബൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി അയാൾ ടാഗ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ലിസ്റ്റ് എടുത്തു. ഈ പേരുകൾ പറയാതെ പോയാൽ എനിക്ക് വിഷമം തോന്നുന്നു. അതുകൊണ്ടാണ് കേണൽ ആൻ്റണി. പറയാൻ അങ്ങനെ ഭയങ്കര പെർഫോമൻസ് പരിപാടിയൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈശാഖ് ശങ്കറുണ്ട്, വിഷ്ണുജി വാര്യരുണ്ട്, അമിത് തീപ്പനുണ്ട്, ലയ മാമനുണ്ട്, ഐശ്വര്യ രാജുണ്ട്. ഇവരൊക്കെ അടിപൊളി പെർഫോമൻസാണ്. അതൊക്കെ നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ കഥ പറച്ചിൽ എന്നുള്ളതാണ്. നമ്മളൊരു അന്വേഷണത്തോടെ ആരംഭിക്കുന്നു, ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെയും ബാധിക്കും കേട്ടോ. ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റേ ചിരിച്ച് കളിച്ച് പോപ്കോൺ തിന്നുന്നൊരു സിനിമയായിട്ട് കാണരുത്. അങ്ങനെ പ്രതീക്ഷിച്ച് പോകരുത്. എന്നാൽ ഒരു കേസ് അന്വേഷണം മാത്രം കാണാം എന്ന് വിചാരിച്ചും പോകരുത്. നമ്മളൊക്കെ പുറമേ നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു മകനായിരിക്കും, അച്ഛനായിരിക്കും, ചേട്ടനായിരിക്കും, അളിയനായിരിക്കും, അനിയനായിരിക്കും, കൂട്ടുകാരനായിരിക്കും. ഈ സ്പേസിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ആ ഫാക്ടേഴ്സിനെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആ ഇമോഷൻസിനെ വളരെ ഇൻറ്റൻസോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു കഥ പറച്ചിലാണ് ഈ സിനിമയ്ക്കുള്ളത്. ചെറിയൊരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് അതെങ്ങനെ ഒരു പേഴ്സണൽ കാര്യമായിട്ട് മാറുന്നു, ഗിയറൊക്കെ ഇങ്ങനെയാണ് മാറുന്നത് എന്ന് വെച്ചാൽ സിനിമയിൽ ഉടനീളം ഭയങ്കര ട്വിസ്റ്റ് ഇട്ട് പോകുന്നു എന്നല്ല പറയുന്നത്. ആ പരിപാടികൾ അടിപൊളിയാണ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. പിന്നെ വലിയൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഈ പോലീസുകാരെ മുഴുവൻ, അതായത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ പോലീസുകാർ മുഴുവൻ നല്ല പോലീസുകാർ എന്നൊക്കെ പറയുന്ന ഒരു പാറ്റേണിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യരായിട്ട് നമ്മൾ ഇവരെ പരിഗണിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകളും മറ്റ് ചിന്തകളും സംസാരങ്ങളും പ്രവർത്തികളും ഒക്കെ നമ്മൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇൻറ്റൻസിറ്റി ചോർന്നു പോകാതെ. തിരക്കഥാകൃത്തിനും സംവിധായകനും ഒരു കയ്യടി നമുക്ക് കൊടുക്കാം. ഇനി നെഗറ്റീവ്സിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഇതിലെ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറുണ്ട്. അയാളെക്കുറിച്ച് സിനിമയുടെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കുറ്റപ്പെടുത്തൽ ഫാക്ടറുണ്ട്. പൊതുവെ അറിയാമല്ലോ, സിനിമകളിൽ നായകന്മാരെ നമ്മളൊന്ന് എത്ര കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, എത്ര നെഗറ്റീവ് ആണെങ്കിലും അവസാനം നമുക്ക് അവരോടൊരു സ്നേഹം തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഈ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർട്ടിക്കുലർ കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് പോകുന്നത്. അതായത് സ്വയം വിക്റ്റിമായിട്ട് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ആംഗിൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ കുറച്ച് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അയാളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്കിനെ വേറെ കുറേ ഘടകങ്ങളെ പരിഗണിച്ച് നോക്കുമ്പോൾ അതായിരുന്നു മെയിൻ റീസൺ. പക്ഷേ ആസ് എ പേഴ്സൺ, അയാളുടെ ഭാഗത്തുനിന്ന്, ആസ് എ പേഴ്സൺ അല്ല, അയാളുടെ ജീവിതത്തിൽ അയാൾ വഹിക്കുന്ന ഒരു സ്ഥാനം,
അതിൽ നിന്നുകൊണ്ട് അയാളെ ന്യായീകരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായതുപോലെ എനിക്ക് തോന്നി. അയാളുടെ ഭാഗത്തൊരു ഫെയിലിയർ ഉണ്ട്. പിന്നെ രണ്ടിടങ്ങളിൽ എനിക്കൊരു സ്ലോ പേസ് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ അത്രയും നേരം പടത്തിൽ വന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ രണ്ടിടങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്രൈം എല്ലാം കൂടി ഇവർ കണക്ട് ചെയ്യുന്ന സമയത്തും പിന്നെ ടുവേർഡ്സ് എ ക്ലൈമാക്സ് വരുന്ന സമയത്തും ഒരു ചെറിയ താഴ്ച. എന്ന് വെച്ചാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് പതുക്കൊന്നും താഴില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. തിയേറ്ററിൽ നല്ല സൗണ്ട് ഉള്ള തിയേറ്ററിൽ കാണാം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളൊരു സിനിമാ സ്നേഹിയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് വർക്കിൽ അവർ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വിഷ്വലി അവർ ചെയ്തു വെച്ചിട്ടുള്ള, പിന്നെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ചേഞ്ച് അയാൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.